മലയാള സിനിമയിൽ വൻ വിജയമായി മാറിയ ക്രൈം ത്രില്ലർ പരമ്പരയാണ് മോഹൻലാൽ നായകനായ ദൃശ്യം ഫ്രാഞ്ചൈസി. പ്രത്യേകിച്ച് മറ്റ് ഭാഷകളിലെ റീമേക്കുകളിലൂടെ ഗ്ലോബൽ പ്രശസ്തി ചിത്രം നേടി. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അജയ് ദേവ്ഗൺ അഭിനയിച്ച ഹിന്ദി പതിപ്പ് ഗണ്യമായ വിജയമായിരുന്നു നേടിയത്. അതിന്റെ തുടർഭാഗം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനവും കാഴ്ചവെച്ചു. എന്നിരുന്നാലും അജയുടെ ദൃശ്യം 3 ഇപ്പോൾ പാൻ ഇന്ത്യ പ്രേക്ഷകരെ ലക്ഷ്യമിടുന്ന മോഹൻലാലിന്റെ മലയാള ഒറിജിനലിൽ നിന്ന് ഗുരുതരമായ ഭീഷണിയാണ് നേരിടുന്നത്. സംവിധായകൻ ജിത്തു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ചേർന്ന് ദൃശ്യം 3 ഒരു ദ്വിഭാഷാ ചിത്രമായി റിലീസ് ചെയ്യാൻ ലക്ഷ്യമിടുന്നത്. മലയാളവും ഹിന്ദിയും സംസാരിക്കുന്ന പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചാണ് അവർ പദ്ധതിയിട്ടിരിക്കുന്നത്. ദൃശ്യത്തിന്റെ 1ഉം 2ഉം ഭാഗങ്ങൾ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അജയ് ദേവ്ഗണാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മലയാളത്തിനൊപ്പം തന്നെ 3ആം ഭാഗത്തിന്റെ ഹിന്ദിയും ഒരുക്കുകയാണെങ്കിൽ 2ലും മോഹൻലാൽ തന്നെയാകും നായകൻ. അതേസമയം മലയാളം ഒറിജിനലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കഥാതന്തുവാണ് ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പിനുള്ളതെന്ന് റിപ്പോർട്ടുകളുണ്ട്. മുൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവ നേരിട്ടുള്ള റീമേക്കുകളായിരുന്നു. ഈ മാറ്റം ഹിന്ദി പതിപ്പിനെ വേറിട്ട് നിർത്തുകയും 2 പതിപ്പുകൾ തമ്മിലുള്ള മത്സരം സങ്കീർണമാക്കുകയും ചെയ്തേക്കാം. ഫെബ്രുവരിയിലാണ് ജിത്തു ജോസഫും മോഹൻലാലും ദൃശ്യം 3 പ്രഖ്യാപിച്ചത്. 2013 ദൃശ്യം ആദ്യമായി റിലീസ് ചെയ്തത്. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമെന്ന റെക്കോർഡ് ദൃശ്യം സ്വന്തമാക്കിയിരുന്നു. 2021 ദൃശ്യത്തിന്റെ 2ആം ഭാഗമെത്തി. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് OTT പ്ലാറ്റ്ഫോമുകളിലൂടെയായിരുന്നു ദൃശ്യം 2 റിലീസ് ചെയ്തത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.